നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇന്ന് നടക്കുകയാണ്. ചട്ടം 300 അനുസരിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ഏക അജണ്ട. കേരളം ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന് മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിക്കും. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പ്രസ്താവനയിൽ ഉൾപ്പെടുത്തും എന്നാണ് സൂചന. രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് കൂടുതൽ വിശദ വിവരങ്ങളുമായി. രാഹുൽ, ആദ്യം തന്നെ കേരള പിറവി ദിനാശംസകൾ, മലയാള ഭാഷാ ദിനാശംസകൾ നേരുകയാണ്. രാഹുൽ, ഇന്ന് പ്രത്യേക സമ്മേളനം നടക്കുന്നു. അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്നൊരു പദവിയിലേക്ക് കേരളം എത്തുന്ന പ്രഖ്യാപനമാണല്ലോ ഇന്ന്. എന്തൊക്കെയാണ് ഇന്ന് നടക്കുക? വിശദ വിവരങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ് മോദി. ആശംസകൾ തിരിച്ചു അറിയിക്കുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിട്ടാണ് സർക്കാർ ഈ ദിവസത്തെ കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പോലും ചരിത്രപരമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് കേരളം കടക്കുന്നു എന്ന് പറയുന്നത് 2021 ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമാണ്. അത് ചിട്ടയോടുകൂടി നടപ്പിലാക്കി ആ പ്രഖ്യാപനം ഞങ്ങൾ നടത്താൻ പോകുന്നു എന്ന ആത്മവിശ്വാസത്തിലാണ് സർക്കാർ ഉള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ആശങ്കകൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഈ യോഗം, പാർലമെന്ററി പാർട്ടി യോഗം നടക്കുകയാണ്. ഇന്നത്തെ ഈ സഭയിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന തീരുമാനം ഇതുവരെ ആയിട്ടില്ല. കാരണം രാഷ്ട്രീയമായൊരു നീക്കം കൂടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം നിയമസഭ വിളിച്ചു ഇത്തരത്തിലൊരു നടത്താൻ പോവുകയാണ്. കേരളം അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിക്കുമ്പോൾ അത് ഈ പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു പ്രഖ്യാപനമായി മാറ്റി അവരുടെ ഒരു തീരുമാനം നടപ്പിലാക്കിയ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിന് സാന്നിധ്യം വഹിക്കണമോ എന്നുള്ള ചോദ്യമുണ്ട്. അതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഒപ്പം 50 ലക്ഷം അതിദാരിദ്ര്യ റേഷൻ കാർഡുകൾ ഉള്ളിടത്ത് എങ്ങനെയാണ് കേരളം ഈ ഒരു പ്രഖ്യാപനം നടത്താനാകുക എന്ന ചോദ്യമുണ്ട്. അപ്പം പല വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും ഇതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതെല്ലാം ഇന്നലെ മന്ത്രി MP രാജേഷ് ഓരോ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയുന്നുണ്ട്. അതായത് ഇത് വർഷങ്ങളായി എടുത്ത് നടത്തിയ പദ്ധതിയാണ്. ഒപ്പം കിലയാണ് ഇത്തരത്തിൽ വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകിയത്. 64,006 കുടുംബങ്ങളെയാണ് ഇത്തരത്തിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയതെന്ന് പറയുന്നുമുണ്ട്. അങ്ങനെ പല കണക്കുകളാണ് മന്ത്രി വിശദീകരിച്ചത്. അപ്പോൾ അത് എന്തായാലും ഇന്ന് പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. സർക്കാർ വലിയ ആഘോഷമായി വൈകിട്ട് 3 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ പ്രഖ്യാപനം നടത്തുകയാണ്. അപ്പോൾ എന്തായാലും പ്രതിപക്ഷം വലിയ ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയമസഭയിൽ അവർ എത്തി ഇതിന് സാക്ഷ്യം വഹിക്കുമോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് 1 മണിക്കൂർ മാത്രമായിരിക്കും ഈ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട അജണ്ടയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഉള്ളത്. ഒപ്പം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ശനി ഞായർ ദിവസങ്ങളിലും ഒപ്പം പൊതു അവധി ദിവസങ്ങളിലും സഭ കൂട്ടണമെങ്കിൽ പ്രത്യേക അനുമതി നേടണം. അത്തരത്തിൽ അനുമതി നേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പീക്കർക്ക് കത്ത് നൽകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും രാഷ്ട്രീയ ഉദ്യോഗങ്ങൾ നിറഞ്ഞ മണിക്കൂറുകളാകും എന്തായാലും നിയമസഭയെ സംബന്ധിച്ച് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മോദി, ശരി. രാഹുൽ ജി നാഥാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ന് പ്രത്യേക സമ്മേളനത്തിൽ പ്രഖ്യാപനം ഉണ്ടാകും. അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന പദവിയിലേക്ക് കേരളം എത്തുന്നു. വലിയ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു കണ്ടുപിടുത്തം നടത്തിയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സഹായകമായത്? എന്തുകൊണ്ട് ഈ അതിദാരിദ്ര്യ ഉള്ളവർ നമ്മുടെ സംസ്ഥാനത്തില്ല എന്ന് മനസ്സിലാക്കി തുടങ്ങിയ കാര്യങ്ങളിൽ സാമ്പത്തിക വിദഗ്ധർ, സമൂഹം നിരീക്ഷിക്കുന്ന മനുഷ്യരൊക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് എന്ത് വിശദീകരണമാണെന്നുള്ളതും നമ്മൾ കാത്തിരിക്കുന്നതാണ്.